ഐ ലീഗിൽ നിന്നും പ്രൊമോഷൻ ലഭിച്ച് ISLലെത്തിയ മുഹമ്മദൻസ് SC ഉൾപ്പെടെ അടുത്ത ISL സീസണിൽ 13 ക്ലബ്ബുകളായിരിക്കും പങ്കെടുക്കുക. എന്നാൽ ഇതിൽ ഒരു ക്ലബ്ബ് അടുത്ത സീസണിൽ ഉണ്ടാവുമോ എന്ന കാര്യം ഇപ്പോൾ സംശയത്തിലായിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഹൈദരാബാദ് FC തന്നെയാണ് ISLൽ നിന്നും പുറത്താവലിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം താരങ്ങൾക്ക് ശമ്പളം കൊടുക്കാനായിട്ടില്ല. താരങ്ങൾക്ക് മാത്രമല്ല ക്ലബ്ബ് ജീവനക്കാർക്കും ശമ്പള കുടിശ്ശിക ബാക്കിയുണ്ട്. കഴിഞ്ഞ സീസണിൽ തന്നെ ശമ്പള കുടിശ്ശിക ബാക്കിയുള്ള താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടിരുന്നു. പിന്നീട് ഇന്ത്യൻ താരങ്ങളെ വെച്ചാണ് ഹൈദരാബാദ് സീസൺ പൂർത്തിയാക്കിയത്. കൂടാതെ കളിക്കാർക്ക് ശമ്പളം നൽകാത്തതോടെ താരങ്ങൾ നൽകിയ പരാതിയിൽ ഹൈദരാബാദിന് FIBA ട്രാൻസ്ഫർ ബാൻ കൂടി ലഭിച്ചിട്ടുണ്ട്. അതിനാൽ അടുത്ത ISL സീസണിൽ അവർക്ക് പുതിയ താരങ്ങളെ വാങ്ങിക്കാനാവില്ല. ഇതിനിടയിൽ ക്ലബ്ബുമായി ബന്ധപ്പെട്ട ഒരു നിർണായക അപ്ഡേറ്റ് കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലബ്ബിന്റെ ലൈസൻസിന് തീരുമാനം ഈ മാസം തീരുമാനിക്കുമെന്നാണ് മാർക്കസിന്റെ അപ്ഡേറ്റ്. ക്ലബ്ബിന്റെ ലൈസൻസ് നിലനിർത്തണോ അതോ ഉപേക്ഷിക്കണോ എന്ന തീരുമാനമായിരിക്കും ഈ മാസം നടക്കുക. ഇനി തുടർന്ന് പോകാൻ കഴിയില്ല എന്ന് ക്ലബ്ബ് തീരുമാനിച്ചാൽ ക്ലബ്ബിന്റെ ലൈസൻസ് നഷ്ടമാവുകയും ഇതോടെ ഇന്ത്യയിലെ പ്രൊഫഷണൽ ലീഗുകളിൽ ISLൽ ഉൾപ്പെടെ ഹൈദരാബാദിന് പങ്കെടുക്കാൻ കഴിയില്ല. പുതിയ നിക്ഷേപകരെത്തിയാൽ തന്നെ ലൈസൻസിന് ഇല്ലാതെ ക്ലബ്ബിനെ കൈമാറാനും സാധിച്ചേക്കില്ല.